നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻഡ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ അതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവുകയുള്ളൂ. അതുപോലെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ എനർജിയെ കണക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകണം. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ആവശ്യമുള്ളത് രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻസിനനുസരിച്ച് അത് ഉപയോഗിക്കുക. വരാഹി മന്ത്രം രാത്രിയിൽ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. നെഗറ്റീവ് എനർജികളും ശത്രുദോഷങ്ങളും ബ്ലോക്കേജുകളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും മാറിക്കിട്ടുകയും മാത്രവുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു സക്സസ് എനർജിയിലേക്ക്, അതായത് നിങ്ങളിലേക്ക് അർഹമാകുന്ന കാര്യങ്ങളെ കണക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കും. മണി അഫർമേഷൻസ് സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ 100% സാധിക്കും. കാരണം അത് നിത്യവും നമ്മൾ ചെയ്യണം. അല്ലാണ്ട് ഒരു ദിവസമോ 2 ദിവസമോ ഒരു സമയപരിധി വെച്ച് ഒരിക്കലും ഒരു കാര്യവും ചെയ്യരുത്. നിത്യവും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഇന്ന് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെയും ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ. സാമ്പത്തികപരമാകുന്ന ചില മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി വരുന്നുണ്ട്. കുറച്ച് മെച്യൂരിറ്റി ആയ ആളുകളുടെ എനർജി, ഓൾഡ് വ്യക്തികളുടെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഓഗസ്റ്റ് മാസക്കാരുടെ എനർജി ഇതിനകത്ത് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. സാധാ ഒരു നോർമൽ എനർജികളാണ് കേട്ടോ കൂടുതൽ വന്നിരിക്കുന്നത്. ഇമോഷണൽ പരമാകുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ഒരു വീഴ്ചയിൽ അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളിൽ, അതുപോലെ ട്രാവലിംഗ് എനർജിക്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർ, ഒരു വിദേശത്തേക്കൊക്കെ കരിയർ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവർ, അതല്ലെങ്കിൽ ഒരു എബ്രോഡ് എനർജിയിലൊക്കെ നിൽക്കുന്നവരുടെ എനർജിയൊക്കെ കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. എന്താണെങ്കിലും ബിസിനസ് സംബന്ധമാകുന്ന കാര്യത്തിൽ കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന വ്യക്തികൾ, ഒരുപാട് ആളുകളുടെ എനർജി നിൽപ്പുണ്ട് കേട്ടോ. മാനിഫെസ്റ്റേഷൻ, അതായത് ഒരു ആഗ്രഹത്തെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നവർ. എന്താണെങ്കിലും നമുക്ക് പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു കർമ്മപരമാകുന്ന കാര്യത്തെയാണെന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പെയിൻ എനർജി നൽകുന്ന ചില കാര്യങ്ങളുടെ ഒരു എൻഡിങ് സമയമാണ് കേട്ടോ ഇന്നു മുതൽ മുന്നോട്ടേക്ക്. മാത്രവുമല്ല നിങ്ങളുടെ ഫോക്കസിങ് എനർജിക്ക്, നിങ്ങൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആകാൻ പോകുന്നത്, അതായത് അതിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാൻ പോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് ചില പുതിയ അനുഭവങ്ങൾ ലൈഫിലേക്ക് വന്നു തുടങ്ങാൻ പോകുന്നുണ്ട്. ചിലപ്പോൾ ഈ മനസ്സുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സ്വപ്നം കാണുന്ന ഒരു കാര്യമായാൽ പോലും അതൊരു മാനിഫെസ്റ്റേഷനായി തീരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അതായത് മാനിഫെസ്റ്റേഷൻ എന്ന് തന്നെ ചിന്തിച്ചിരുന്ന് ചെയ്യുന്നതല്ല, നിങ്ങളൊരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് നിങ്ങളൊരു പെയിൻ എനർജിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം, നിങ്ങൾക്കതിൽ നിന്നും മുക്തി നേടാനുള്ളൊരു സമയം, അതായത് നിങ്ങളൊരു മോചനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ, കഷ്ടതയിലായിക്കോട്ടെ, ദാരിദ്ര്യമായിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമായിക്കോട്ടെ, കരിയർ എനർജി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു മോചനം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക്, അത് നിങ്ങൾ ആ ഒരു ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് ആ ഒരു കാര്യം മാനിഫെസ്റ്റേഷൻ ആയിക്കൊണ്ടിരിക്കുന്നതും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത്.
അതുപോലെ ഒരു മൈൻഡ് ലോസ് എനർജിയൊക്കെ അവസാനിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആരെയെങ്കിലും ഫോളോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആ സിറ്റുവേഷൻസിൻ്റെയൊക്കെ ഒരു ലോസ് എനർജി അവസാനിക്കാൻ പോവുകയാണ്. അതായത് ഒരു കർമ്മ അവസാനിക്കുകയാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആകുന്ന ഒരു കർമ്മ നിങ്ങളെ പൂർണ്ണമായിട്ടും വീഴ്ത്തി കളയുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് തല ഉയർത്തി മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് മോശം സിറ്റുവേഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിക്കുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഏസ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. നിങ്ങൾക്ക് പുതിയൊരു തുടക്കം, പുതിയ ചില കാര്യങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയൊരു ഗുഡ് ന്യൂസ് എനർജി, അതായത് എന്തെങ്കിലും കോൺട്രാക്റ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ സൈൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ്, നിങ്ങൾക്കിനി ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് നിങ്ങളുടെ ശ്രമഫലമായിട്ട്, മറ്റൊരു രീതിയിലുമല്ല, നിങ്ങൾ നൽകിയ ആ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ചിലരെയൊക്കെ സംബന്ധിച്ച് സാമ്പത്തികപരമാകുന്ന ഒരു ഇൻഡിപെൻഡൻസ് എനർജിയിലേക്കാണ് നിങ്ങളിനി പോകാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ പുതിയ ഒരു ന്യൂ പ്രോജക്റ്റ് എനർജിയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയാസൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യം ചെയ്യണം, ഇന്ന രീതിയിൽ സാമ്പത്തിക ഭദ്രത വരണം, ആ ഒരു വ്യക്തിത്വം, അതായത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിക്ക് ഒരു മാറ്റം വരുത്തണം, നിങ്ങളുടെ സിറ്റുവേഷൻസിനൊരു മാറ്റം വരുത്തണം എന്നൊക്കെ ആഴത്തിൽ ചിന്തിച്ച് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ഇനി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ എടുക്കണമെന്ന് ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയമാണ്. പക്ഷേ പ്രതിസന്ധികളുണ്ട് അവിടെ കടന്നു പോകാനായിട്ട്. അതിനകത്ത് നിങ്ങൾക്കൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ ചില ആവശ്യമില്ലാത്ത ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ കളയണമെന്നും കാണുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളെ, അതായത് നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, ബന്ധങ്ങളെ നിങ്ങളൊന്ന് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുമുണ്ട് കേട്ടോ. ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾ കളയേണ്ടതായിട്ടുണ്ട്, ചില സിറ്റുവേഷൻസുകളെ നിങ്ങൾ കണക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലെസ്സിങ്സ് എനർജിയിലേക്ക് പോകാനെന്നാണ് കാണുന്നത്. അതുപോലെ കുറച്ച് വ്യക്തികളുടെ എനർജിയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ ശത്രുതാഭാവം നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാം. ഒരു കരിയർ പാതയിലായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദര സ്ഥാനത്തോ സൗഹൃദ ബന്ധത്തിലോ ആവാം. ഒരു ഫെമിനിയൻ എനർജിയുടെ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ശത്രുതാഭാവം നിങ്ങൾക്ക് നെഗറ്റിവിറ്റി നൽകുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം കാണുന്നുണ്ട് കേട്ടോ. ആ ഒരു അതിജീവനത്തിന് വേണ്ടിയിട്ട് ശരിക്കും ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധമുള്ള ചില സിറ്റുവേഷൻസുകൾ, ചില ബ്ലോക്കേജുകൾ, ഒന്നിലധികം പ്രശ്നങ്ങൾ ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിലൂടെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസിൽ ഇത്രത്തോളം നെഗറ്റിവിറ്റി വരാനുള്ള കാരണം നിങ്ങൾ അവിടെ കൊടുത്തൊരു കോൺഫിഡൻസ് ആണ്. അവർക്ക് നൽകിയ ചില എന്താ പറയുക, നിങ്ങളുടെ പോസിറ്റീവ് ആകുന്ന ചില പ്രസൻസ് ആണ് ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധം, ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വലിയ ശക്തമാണ് ഈ ഒരു നെഗറ്റിവിറ്റി തിരിച്ചടി വന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു മാറ്റമുണ്ട്. അതായത് നിങ്ങൾക്കൊരു പുതിയ ഒരു ഐഡിയാസ് തോന്നുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്നും മാറ്റം, അതായത് ഒരു ഗ്രോത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മാറി രക്ഷപ്പെടുക എന്നുള്ളൊരു എനർജിയിലേക്ക് പോകാൻ പറ്റുന്ന ചില മാർഗങ്ങൾ, ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും ശത്രുതാപരമാകുന്ന, അതായത് ഒരു സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ജീവിതത്തെ ബ്ലോക്കേജിലേക്കും നിരാശയിലേക്കും ഒരു എന്താ പറയുക, ഒരു ഡാർക്ക് എനർജിയിലേക്കാണ് തള്ളി വിട്ടിരിക്കുന്നതെങ്കിൽ അവിടെ നിന്നും നിങ്ങൾക്ക് മോചനമുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾ ഡിവൈൻ സപ്പോർട്ടോടു കൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, എനിക്കിതിൽ പറയാൻ പറ്റുന്നത് സ്ട്രെങ്ത് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരോ അമിതമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഫ്യൂച്ചർ പ്ലാനിങ്ങിന്, അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാൻ ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും
നിങ്ങൾക്കങ്ങ് പൂർണ്ണമായിട്ട് ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, മറ്റേതോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ഓവറായിട്ട് മാനേജിങ് ചെയ്യുന്നു, കൺട്രോളിങ് ചെയ്യുന്നു. ഒരു എന്താ പറയുക, ഡെവിൾ എനർജിയുടെ പ്രസൻസ് എന്ന് തന്നെ പറയാം. അതായത് ഒരു നെഗറ്റീവ് എനർജി, അത് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് നിങ്ങളെ വളരെയധികം ഒരു ബന്ധനാവസ്ഥയിലാക്കുന്ന, നിങ്ങൾക്കൊരു പവർ ലോസ് വരുത്തുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു വിധിയാണ്. അതായത് ഈ ഒരു സമയം നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യുക എന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും റോങ് ആണെന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയാൽ, നിങ്ങളുടെ സിറ്റുവേഷൻസിൽ ഇത് റോങ് ആണ്, ഇതിൽ നിൽക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല, ഫ്യൂച്ചർ സക്സസ് വരുന്നില്ല, ഒരു സ്തംഭനാവസ്ഥ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാലൻസ് ചെയ്യുക, ആക്ഷൻ എടുക്കുക എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ നിരാശയായിട്ട് എനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമായിട്ട് നിങ്ങൾക്കൊരു ചീറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വളരെയധികം ഒരു എന്താ പറയുക, ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും അഡിക്റ്റഡ് ആയതുകൊണ്ടാവാം നിങ്ങളെ ആ ഒരു സിറ്റുവേഷൻസ് ചീറ്റിംഗ് ചെയ്യുന്നത്. ഒരു ഇമോഷണൽ ചീറ്റിങ്ങും നിങ്ങൾക്ക് അതിനെ കണക്റ്റ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഒരു ബർഡൻ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, ആ ഒരു ബർഡനെ നിങ്ങൾക്ക് ഇറക്കി വെക്കേണ്ട സമയമായി എന്നാണ് കാണുന്നത്. ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ചുമന്നുകൊണ്ട് പോകാതെ നിങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുത്തുകൊണ്ട് ബാലൻസിന് നിങ്ങൾ ധൈര്യമായിട്ട് ഇറക്കി വെക്കുക. കാരണം നിങ്ങളെ സംബന്ധിച്ച് നമ്മളെ ആരെ സംബന്ധിച്ചാണേലും നമ്മൾക്ക് വേണ്ടാത്തതും അല്ലെങ്കിൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസുകളെ ഒരിക്കലും മറ്റെന്തെങ്കിലും ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ചോ അതല്ലെങ്കിൽ നിങ്ങൾക്കതിനെ ആ ഒരു ബർഡനെ ചുമക്കുക എന്നതിൽ നിന്നും പിന്മാറുക എന്നതല്ലാതെ വേറൊരു നടപടി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു ആക്ഷൻ അവിടെയും എടുക്കുക. ഇമോഷണൽ പരമാകുന്ന ചീറ്റിംഗ് സംഭവിച്ചു അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ചില ഓർമ്മകളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൽ ആ ഒരു ചിന്തയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ബർഡനിൽ നിന്നും പുറത്ത് കടക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരണം. അതായത് ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഇമോഷണൽ പരമാകുന്ന ബാലൻസിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. ഇമോഷണൽ പരമാകുന്ന പ്രോബ്ലംസുകൾ, അതായത് നിങ്ങളുടെ ചിന്തകൾ, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങൾക്കൊരു ബർഡൻ എനർജി ആയിട്ട് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇമോഷണൽ ചീറ്റിങ്, റോങ് സിറ്റുവേഷൻസിൽ സ്റ്റക്കാണ് എന്നൊക്കെ നിങ്ങൾ സ്വയം ചിന്തിച്ചു വെച്ചിരിക്കുന്നതാണ്. ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരു പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളുടെ എനർജിയിൽ കുറേ പ്രശ്നങ്ങൾ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കുറേ പ്രോബ്ലംസുകൾ അവസാനിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചില നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ, അതുപോലെ തന്നെ അപവാദം പോലുള്ള സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചിട്ടുള്ള അതൊക്കെ ഒരു ഫൈറ്റിംഗ് എനർജിയോട് കൂടി നേരിടേണ്ടി വന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസാണ് പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി എന്ന് പറയുമ്പം നിങ്ങൾക്കിനി നെക്സ്റ്റ് ഒരു ആക്ഷനാണ്, മറ്റൊരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിളിങ്ങും ഫൈറ്റിങ്ങും ഒക്കെ ചെയ്യേണ്ടി വന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ, നിങ്ങളുടെ ആ ഒരു മാനസികപരമായി നിങ്ങൾ അനുഭവിച്ച കുറേ സ്ട്രഗിളിങ് എല്ലാം അവസാനിക്കുകയാണ് കേട്ടോ. ഭയത്തെയൊക്കെ അതിജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ചേർന്ന് നിൽക്കേണ്ട, അതായത് ചേർത്ത് നിർത്തേണ്ട വ്യക്തികളിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്ന ചില നെഗറ്റിവിറ്റികളും എല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ടും അവസാനിച്ച് നിങ്ങളൊരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കപ്പെടുന്നു. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങൾക്കതിനെ പൂർണ്ണതയിൽ എത്തിക്കാൻ. എങ്കിൽ പോലും
നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില ഗുഡ് ന്യൂസുകൾ, ചില പോസിറ്റീവ് സിറ്റുവേഷൻസുകൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. 8 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് ആളുകളിലൊക്കെ ചില ഡാർക്ക്നെസ്, അതായത് നിങ്ങൾ എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിച്ച് അവിടെയൊക്കെ ചില നെഗറ്റിവിറ്റികളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ സ്വയം ബന്ധനാവസ്ഥയിലാവാനുള്ള ചില സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്തു പോവുക എന്നാണ് കാണുന്നത്. മറ്റാരെയെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ വാക്കിനോ സഹായം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലോ നിങ്ങൾ ലൈഫിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിറ്റിവിറ്റി അല്ല. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്റ്റക്നെസ് വരും. നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾക്കൊരു ബന്ധനാവസ്ഥ സൃഷ്ടിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ തന്നെ ഇമോഷണൽ ബാലൻസിലേക്ക് കൊണ്ടുവരണം. നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് റിയാലിറ്റി ആക്കാൻ നിങ്ങൾ സെൽഫായിട്ട് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എനർജിയിലേക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നെ ഒരു പ്രതീക്ഷ കൊടുത്ത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകണം. അതുപോലെ സാമ്പത്തികപരമാകുന്ന ചില ഇടപാടുകളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കൊടുക്കൽ വാങ്ങലുകളിലോ അല്ലെങ്കിൽ പലിശ സംബന്ധമാകുന്ന ചില പ്രശ്നങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ചില കോൺഫ്ലിക്റ്റുകളെ നേരിടേണ്ടി വരികയും അവിടെ സ്ട്രോങ് ആയിട്ട് ചില ആക്ഷൻ എടുക്കേണ്ടി വരികയും ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്നും ആർക്കെങ്കിലും സാമ്പത്തികം കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയ രീതിയിലുള്ള ഒരു പൊരുത്തക്കേടിൻ്റെ ഒരു എനർജി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്കത് വളരെ പോസിറ്റീവായിട്ട് ആക്ഷൻ എടുക്കാനും ബുദ്ധിപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യാനും ചില സമയങ്ങളിൽ ചില വിട്ടുവീഴ്ചകളും ചില ഒരു ക്ഷമ, കുറച്ചൊന്ന് പീസ് മൈൻഡ് എനർജിയിലേക്കൊക്കെ ഒന്ന് മാറാൻ ശ്രമിക്കണമെന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാവലിംഗ് എനർജിക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം കുറച്ച് കാലതാമസം അവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നിങ്ങൾക്കൊരു ചെറിയ ചീറ്റിംഗ് എനർജി കണക്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കണ്ണിങ് ആയിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ കാണണം. എയർ ട്രാവലിംഗ് എനർജിക്ക് നിൽക്കുന്ന വ്യക്തികളും നിങ്ങളുടെ ഫാമിലിയുടെ, അതായത് ഒരു പേരൻസിൻ്റെ ഒക്കെ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ നിങ്ങൾ മറ്റാരുടെയെങ്കിലും ഒരു സപ്പോർട്ടിന് കീഴിലാണ് പോകാനിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നതെങ്കിൽ ഒരു ചെറിയ രീതിയിലൊരു റോങ് സിറ്റുവേഷൻസ് അവിടെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒന്നെങ്കിൽ മൂവ് ഓൺ ചെയ്യുക. ആ ഒരു സാഹചര്യത്തിൽ നിന്നും എവിടെയാണോ നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിൽക്കുന്ന അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക. അതല്ല എങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ്, നിങ്ങൾ കുറച്ച് സ്പിരിച്വൽ പാതയിലേക്ക് മാറണം കേട്ടോ. കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഈശ്വര വിശ്വാസത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു മടുപ്പും വിദ്വേഷവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ്, നിങ്ങൾ ആക്ഷൻ, അതായത് ഒരു ഇച്ചിരി വാശിയിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് പോലും ഒരു ചെറിയ വാശി കാണിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ നമുക്ക് നൽകിയിരിക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ് ആൻസർ എന്നാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സെർച്ചിങ് എനർജിയിലാണ്, എന്തെങ്കിലും ഒരു കാര്യത്തെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു ഗാർഡിയൻ എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതോ അതല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതോ നിങ്ങളൊരു ആക്ഷൻ എടുക്കാൻ, അതായത് പൊരുതാൻ തയ്യാറായിട്ട് നിൽക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം റിയാലിറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് നോക്കുമ്പം വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കേട്ടോ. ഈ വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. വിവാഹ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും കരിയർ പാതയിലൊരു മാറ്റം, ഒരു സാധനം, ഒരു ചേഞ്ചിങ്, ഒരു ജോലിക്കയറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഉയർച്ച അല്ലെങ്കിൽ കരിയർ പരമാകുന്ന എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നു. അതായത് ഒരു അബണ്ടൻസ് ആണ് വരുന്നത് കേട്ടോ. ചെറിയൊരു ഓപ്പർച്യൂണിറ്റീസ് അല്ല നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതിനേക്കാൾ വലിയ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഡിവൈൻ കാണിച്ചു തന്നിരിക്കുന്നത്.
അതുപോലെ തന്നെ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാര്യമാണോ മാനേജിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്ത് കാര്യമാണോ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെയാണോ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്, അവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിട്ടാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.